ഇടി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെരക്കിതായി പറഞ്ഞു തീർക്കണം. മാത്യുവളേനെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. നമ്മുടെ ചാച്ചനുണ്ടായിരുന്നു ഇങ്ങനെ കടന്ന് തുള്ളുവായിരുന്നു. ഒടി കുടുംബമാകുമ്പോൾ അല്ലെങ്കിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. അവിടെ തന്നെ ഞാനും ശീലം തമ്മിൽ പ്രശ്നങ്ങളില്ലേ എന്ന് പറഞ്ഞ് അല്ലെ തന്നെ ഈ പ്രായത്തിൽ നിനക്കിപ്പോൾ ഒരു ഡൈവേഴ്സ് കിട്ടിയിട്ട് തന്നെ കാണിക്കാനാ? ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ആരോടെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന കേസാണോ ദൈവമേ? കണ്ട മറ്റവനെയും ചേർത്ത്. പഞ്ചസാര ഒരു സ്പൂൺ പോരെ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ നാളെ നമ്മുടെ ഫെമിമോൾക്ക് നല്ലൊരു കുടുംബത്തിന് ഒരു ആലോചന പരിപാടി. അതൊക്കെ വെറുതെ പറയുന്നതല്ലേ അച്ചാ. കുടുംബം അങ്ങനെ നല്ലത് ചീത്ത എന്നൊക്കെ ഉണ്ടോ? കണ്ട കോണത്തിലെ പുസ്തകം തൊലിഞ്ഞ തത്വമൊക്കെ ടൈപ്പ് ടൈപ്പ് നിന്റെ തലതിരിഞ്ഞിട്ട് കടി പെണ്ണേ. കന്യയുള്ള രാജ്ഞിയെ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ. ആമേൻ. അച്ഛാ കഴിച്ചേച്ചും പോ. എന്നതാ ചാച്ച അവിടെ നടക്കുന്നത്? ഓമനക്ക് ഈ പ്രായത്തില് ഇത് എന്നാത്തിന്റെ കേടാ? വല്ല അസുഖമാണെങ്കിൽ ഡോക്ടറെ പോയി കാണാൻ പറ. അല്ല പിന്നെ ഇവിടെ ബാക്കിയുള്ളവന്റെ ഞായറാഴ്ച പള്ളി പോക്കും ഇത് കാരണം തീരുമാനമായി. ജോയ് ചായനാണെങ്കിൽ ആ മലയാളി അസോസിയേഷനിലൊക്കെ ഒന്ന് ആക്റ്റീവായി വരുമായിരുന്നു. ഇനി അവരുടെയൊക്കെ മുഖത്തെ എങ്ങനെ നോക്കും ചാച്ച? അല്പം മാന്യതയുള്ള ആളുകൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉള്ള മുഖത്ത് നോക്കി നമുക്ക് പറയും. കുറച്ചു കാലം ആയില്ലേ പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട്. ഇതിൻ്റെയൊക്കെ സീരിയസ്നെസ് അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
അതോ 2 ദിവസം കഴിയുമ്പോൾ വാശി മാറുമ്പോൾ പോയി കേസ് പിൻവലിക്കാവുന്നതാണോ? ഒക്കെ പോട്ടെ. അവനോട് ചോദിച്ചിട്ടില്ലേ ഞാൻ ഇലക്ഷൻ നിൽക്കാമെന്ന് സമ്മതിച്ചു. എന്നിട്ടിപ്പോൾ ഇലക്ഷൻ വരുമെന്ന് പറഞ്ഞ് കരുതിക്കൂട്ടി ചെയ്തതല്ല മാത്യു. ഞാൻ പെറ്റീഷൻ 2 മാസം മുന്നേ കൊടുത്തതാ. അന്നത് പറയാൻ പറ്റിയില്ല എന്നത് സത്യം. ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ സംസാരിച്ചാൽ എങ്ങനെയാണ് സഖാവേ ശരിയാവുന്നേ? വിഷയം വളരെ ഗൗരവമുള്ളതാണ്. 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ കണ്ടോ പിള്ളേർ ട്രോളിറക്കി തുടങ്ങും. പ്രതിഭേ, ഇത് അയാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമില്ലേ? ഇമ്മാതിരത്തെ പേഴ്സണൽ ഗുണോദ്ധാരങ്ങളല്ല സഖാവേ ഈ നാട്ടിലെ മന്ത്രിസഭ വരെ എഴുത്തുന്നത്. പ്രതിച്ഛായില്ലാതെ ഒരു കളി നടക്കില്ലാന്ന് സഖാവിനെ അറിയാലോ. മാത്രമല്ല കുരിശ് വരയ്ക്കുന്ന ഒരു വീട്ടിൽ നിന്ന് നമുക്ക് കുത്തത്തില്ല. മതി സാർ ഇരിക്കും. വീട്ടിലെ ചില ഇഷ്യൂസ് കാരണം വൈഫ് ചെയ്തതാണ്. അവിടെ വക്കീൽ എന്തോ പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു അബദ്ധം കാണിച്ചത്. പക്ഷെ എനിക്കറിയാം എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇനി ഞാൻ നിൽക്കുന്ന അത്ര സേഫ് അല്ല എന്ന്. നോമിനേഷൻ കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് ഞാനങ്ങ് മാറിയേക്കാൻ രവിച്ചേട്ടാ, പ്രശ്നമില്ല. എനിക്ക് അന്നേലും അങ്ങനെ ഒരു സുഖം തോന്നുന്നില്ല. പിന്നെ അന്ന് നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാനങ്ങോട്ട് സമ്മതിച്ചെന്നേ ഉള്ളൂ. മതി സാറേ, ഞാനിന്നലെ ജില്ലാ കമ്മിറ്റിയായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. നിലവിലുള്ള സ്ഥാനാർത്ഥിത്വത്തിന് യാതൊരു മാറ്റവും വരുത്തണ്ട എന്നതാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം. അതിപ്പോൾ സീറ്റ് പോയാലും കുഴപ്പമില്ല, സാറ് തന്നെ നിന്നാൽ മതി എന്നാ തീരുമാനം. മനസ്സിലായില്ല. സാറേ, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വത്വത്തെയും 100% ബഹുമാനിക്കുന്നൊരു പ്രത്യയശാസ്ത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ കേരളത്തിലാദ്യമായി ഇങ്ങനൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു സ്ഥാനാർത്ഥി? മതി സാറേ, സാർ ആ നോമിനേഷൻ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ പാർട്ടി പ്ലാൻ ചെയ്തോളൂ. പിന്നെ ഇടയ്ക്കൊന്ന് വീട് കയറാനായിട്ടും വരണം. ആ സാറേ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങേരിന് ഇലക്ഷനെങ്ങാനും നിൽക്കുവാവോ? കഴിച്ചു കഴിഞ്ഞെങ്കിൽ വണ്ടിയിലോട്ടൊന്ന് കയറാവോ? തങ്കഞ്ചേട്ടാ പൂച്ച ഒഴുങ്ങിയത് കഴിക്കുന്നു.